BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. വഴങ്ങി കോൺഗ്രസ് നേതൃത്വം. അടൂർ പ്രകാശിനും ഇളവ്. കോൺഗ്രസിൽ സമവായം. കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റ് നൽകുന്നത് പരിഗണനയിൽ. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. തൽക്കാലം വാർത്താ സമ്മേളനം നടത്തരുതെന്ന ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന സുധാകരൻ അംഗീകരിച്ചു. കെ സുധാകരനും അടൂർ പ്രകാശിനും കേരള ഹൌസിൽ നിന്നും ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർക്കാണ് അപേക്ഷ നൽകിയത്. സുധാകരനും അടൂർ പ്രകാശും നാമനിർദ്ദേശ പത്രിക നൽകുവാൻ ഒരുക്കം തുടങ്ങി. ആലപ്പുഴ കോൺഗ്രസിൽ കൂട്ടരാജി. ഡിസിസി സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ രാജിവെച്ചു. വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞ് സജി ജോസഫ്. ആലപ്പുഴ കോൺഗ്രസിൽ കൂട്ടരാജി. ഡിസിസി ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ രാജിവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചാണ് രാജിവെച്ചത്. കുട്ടനാട്ടിൽ ഡിസിസി വൈസ് പ്രസിഡന്റ് സജി ജോസഫ് വിമത സ്ഥാനാർത്ഥിയാകും. അമ്പലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. വാർത്താ സമ്മേളനത്തിൽ മുൻ ഡിസിസി വൈസ് പ്രസിഡന്റ് സജി ജോസഫ് പൊട്ടിക്കരഞ്ഞു. സ്വതന്ത്രനായി മത്സരിക്കുന്നത് വേദനയോടെ. നേതാക്കളെയോ പ്രസ്ഥാനത്തെയോ കുറ്റം പറയുന്നില്ല. കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകി. കോവളത്ത് ഭഗത് റൂഫസ് മത്സരിക്കും. സീറ്റ് ISJDയിൽ നിന്നും CPIM ഏറ്റെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളത്തെ സീറ്റ് ISJDയിൽ നിന്നും CPIM ഏറ്റെടുത്തു. കോവളത്ത് ഭഗത് റൂഫസ് മത്സരിക്കും. കോവളത്ത് ഭഗത് റൂഫസ് LDF സ്വതന്ത്രനായാകും മത്സരിക്കുക. ഭഗത് റൂഫസിന്റെ സ്ഥാനാർത്ഥിത്വം LDF അംഗീകരിച്ചു. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളം നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഭഗത് റൂഫസിനെ തീരുമാനിച്ചുവെന്ന് LDF സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കലഹങ്ങൾക്കും തർക്കങ്ങൾക്കുമിടെ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. ആകെ 95 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കണമോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. പാർട്ടിക്കകത്ത് പ്രശ്നമില്ലെന്ന് നേതാക്കൾ. അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. 9 വനിതകളടക്കം 55 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ കൂടെ കൂട്ടുവാൻ CPIM. ഇടത് MLAമാരുടെ എണ്ണം കൂട്ടുവാൻ എന്തും ചെയ്യുമെന്ന് A. വിജയരാഘവൻ. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തി പരസ്യമാക്കിയ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ കൂടെ കൂട്ടുവാൻ CPIM. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പുകഴ്ത്തിയും പ്രഖ്യാപിച്ച സീറ്റുകളിൽ മാറ്റം വന്നേക്കാമെന്ന് വ്യക്തമാക്കിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ രംഗത്തെത്തി. ലീഗിലെ അസംതൃപ്തി അനുകൂലമാക്കുമോ എന്ന് നോക്കുമെന്നും വിജയരാഘവന്റെ പ്രതികരണം. മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ മുഖമാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെന്ന് A. വിജയരാഘവൻ പറഞ്ഞു. കോൺഗ്രസിന് പിന്നാലെ ലീഗിലെയും അതൃപ്തി പുറത്തുവന്നു. UDFിലെ അതൃപ്തി അനുകൂലമാക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. മാറിയ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളും മാറിയേക്കാം. ഇടത് MLAമാരുടെ എണ്ണം കൂട്ടുവാൻ എന്തും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദികേടാവരുത് സണ്ണി ജോസഫിന്റെ ഫ്ലക്സിൽ സുധാകരൻ അനുകൂല പോസ്റ്റർ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രചാരണ ഫ്ലക്സിൽ സുധാകരൻ അനുകൂല പോസ്റ്റർ. നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദികേട് കാണിക്കരുതെന്ന് പോസ്റ്ററിൽ. പേരാവൂരിലാണ് വ്യാപകമായി പോസ്റ്റർ പതിച്ചത്. സണ്ണി ജോസഫിന്റെ ബോർഡിന് മുകളിൽ പോസ്റ്റർ ഒട്ടിച്ചാണ് താക്കീത്. KS ബ്രിഗേഡിന്റെ പേരിലാണ് താക്കീത്. നന്ദിയില്ലെങ്കിലും നന്ദികേടാവരുത് സണ്ണി, തിരിച്ചടി നേരിടേണ്ടി വരും. ശ്രീ K സുധാകരന് അഭിവാദ്യങ്ങൾ എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. പേരാവൂർ മണ്ഡലത്തിലെ അയ്യൻകുന്നിലാണ് പോസ്റ്റർ പതിച്ചത്. ഇന്നലെ രാത്രി കണ്ണൂർ DCC പരിസരത്തേക്ക് K സുധാകരൻ അനുകൂലികളുടെ പന്തം കൊളുത്തി പ്രകടനവും നടന്നിരുന്നു. മുസ്ലിം ലീഗിൽ അതൃപ്തി തുടരുന്നു. വിയോജിപ്പ് പരസ്യമാക്കി അബ്ദുറഹ്മാൻ രണ്ടത്താണിയും നൂർബിന റഷീദും. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി മുസ്ലിം ലീഗിൽ അതൃപ്തി തുടരുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണിയും വനിതാ ലീഗ് നേതാവ് നൂർബിന റഷീദുമാണ് വിയോജിപ്പ് പരസ്യമാക്കിയത്. ആരും പാർട്ടി വിടില്ലെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. മികച്ച പട്ടികയെന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെടുമ്പോഴാണ് പരസ്യ പ്രതിഷേധം. ആരും വിമർശനങ്ങൾക്ക് അതീതരല്ലെന്നും തിരൂരങ്ങാടിയിലെ PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വം തങ്ങന്മാരെ കരുവാക്കിയെന്നും അബ്ദുറഹ്മാൻ രണ്ടത്താണി ഫേസ്ബുക്കിൽ കുറിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.